ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ്മാൻ്റെ പുതിയടിയിലേക്ക് വേണ്ടി സ്വന്തം കേസ്. അപ്പോൾ കേസ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നൊരു ലോൺ വുൾഫ് വീഡിയോ ആണ്. കേസ് BR ഒക്കെ കളിച്ച മൈനസ് അടിച്ചപ്പോഴാണ് നമ്മൾ ലോൺ വുൾഫ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ നമുക്കിത് അപ്പുറത്തൊരു റാണ്ടം മിനിമീനെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് തൻ്റെ അവൻ എടുത്തിരിക്കുന്ന ഗൺസ് ഏതാണ്, M10ഉം തോംസണുമാണ് അവൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുത്തിപ്പിടിച്ചിട്ട് അവനെ കൊല്ലാം. കേസ് അവനെ കാണുന്നില്ല ഇവിടെ ഒന്നും. കേസ് ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യും, ഞാൻ ജയിക്കുമോ അവൻ ജയിക്കുമോ. അപ്പോൾ ഞാനൊരിക്കലും ഞാൻ ജയിക്കുന്ന മാത്രം വീഡിയോ ചെയ്യുന്നൊരു പ്ലെയറല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഗസ് ചെയ്യാം, ഞാൻ ഇതിന് മുന്നേ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന്. ഒരു ട്വിസ്റ്റ് അതൊക്കെ നിങ്ങൾ കണ്ടോ, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഓക്കെ ഗൈസ്, ഇതാണ്ടേ നമ്മൾ ഫസ്റ്റത്തെ റൗണ്ട് തന്നെ എടുത്ത് നമ്മൾ ഇമോട്ടൊക്കെ ഇട്ടവനെ കാണിക്കുകയാണ്. ഈ ഇമോട്ട് ഇട്ടതാണ് ഒരു പാരയായതെന്ന് വേണേൽ പറയാം. അത് നിങ്ങൾക്ക് വരുന്ന റൗണ്ടുകൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പോൾ ഗൈസ്, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നമുക്കിതേ അവനെ കാണാം. അവനെ കാണുന്നില്ല. എന്ത് ചെയ്യാൻ, അവനും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വല്ലതും കാണുമായിരിക്കും. അവിടെ വല്ലതും ഉണ്ടോ നമുക്ക്. ഓക്കെ, അവിടെ നിൽപ്പുണ്ട്. നമുക്കിതൊന്ന് വലിച്ചെറിഞ്ഞ് നോക്കാം. ഫ്ലാഷ് ഫ്രീസ് ഒന്ന് വലിച്ചെറിഞ്ഞ് നോക്കാം. ഓക്കെ, ഡാമേജ് പതിയെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലം വഴി പോയി അവനെ അടിക്കാം ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇതിലം വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അവിടെയും ഗ്ലൂ വാളിട്ട് പൊതിഞ്ഞിട്ടുണ്ട് ഗൈസ്. മണ്ടനാണെന്ന് തോന്നുന്നു, ഏതോ ന്യൂബാണെന്നാണ് തോന്നുന്നത്. ഇതെന്തോ ഇതിൻ്റെ പേര്, എൻ്റെ പൊന്നോ തരുമോ എന്തോ. ഓക്കെ, നമുക്കിത് വെച്ച് പൊട്ടിച്ചവൻ അടിക്കാം. എടാ, അവൻ ബുദ്ധിമാനാണ് കേട്ടോ, നമ്മളെ അടിക്കുമെന്ന് അറിയാം. വല്ല തോമസിനെ വെച്ച് വല്ലതും പൊളന്നാൽ മതിയായിരുന്നു. അവൻ M10 വെച്ച് 2 കുത്തുകുത്തി നമ്മളെ കൊന്നിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും നമ്മൾ P90 ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫേവറേറ്റ് ഗണ്ണാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഗെയ്സ്. നമ്മുടെ ഈ P90 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരുത്തിനും നമ്മൾ തൊടാൻ പറ്റത്തില്ല. ചില പ്രാവശ്യമൊക്കെ അടിച്ചിട്ടിട്ട് പോയിട്ടുണ്ട്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. വാശിയുണ്ട് ഗെയ്സ്. വേണ്ട, ഇമോട്ടൊക്കെ ഇട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവനവിടെ കാണുന്നില്ലല്ലോ. അതേ വാടാ നീ ഫ്രണ്ടിലോട്ട് വാടാ. അവൻ്റെ തല തുടച്ചോളാം. അവൻ്റെ കാണുന്നില്ലല്ലോ അവനെ. എന്ത് എടാ, ഇറങ്ങി വാടാ നീ എന്തോ കാണിക്കുന്നത് നീ. ഓക്കെ, എൻ്റെ പൊന്നോ, ഞാൻ ചാടി കൃത്യമായപ്പോൾ അവനങ്ങോട്ട് എറിഞ്ഞ്. മണ്ടറാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുക. അവൻ അത്യാവശ്യം ഡാമേജ് പോകുന്നുണ്ട്. നമുക്ക് ഓക്കെ, ഡാമേജ് 7-8 വെച്ച് പോകുന്നുണ്ട്. നമുക്ക് സൈഡിൽ കൂടെ പോയി അവനെ ഞെക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അത്യാവശ്യം ഡാമേജ് പോയിട്ടുണ്ട്. ഇതിൽ നമ്മൾ തന്നെ കയറിപ്പോവാം. അവൻ അവിടെയും ഗ്ലൂ വാളിട്ട് വെച്ചിട്ടുണ്ട്. മണ്ടനാണ്. ഇതേ മണ്ടത്തരം കാണിക്കണുണ്ടോ എൻ്റെ പൊന്നോ, എന്നതൊക്കെയാണോ കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ P90യുടെ പവർ കാണിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും അടുത്ത റൗണ്ടിൽ നമ്മൾ അടിച്ചിടുമായിരിക്കും അവൻ. ഓക്കെ, ഭയങ്കര വാശിയേറിയ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും വിട്ടുകൊടുക്കില്ല, അവനും വിട്ടുകൊടുക്കില്ല. എന്നെ നേരിടാൻ അവനും അവനെ നേരിടാൻ ഞാനും മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാൻ. ഇത് ഇമോട്ടൊക്കെ ഇട്ട് നമ്മളതേ പോവുകയാണ്. എടാ, എൻ്റെ പൊന്നോ, അഹങ്കാരം എന്ത് പറയാൻ. ഓക്കെ, അത്യാവശ്യം ഡാമേജൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, എടാ എന്തുവാണ്, എനിക്ക് HP ഇല്ലടാ. ഓക്കെ ഗൈസ്, നമുക്ക് ഒട്ടും HP ഇല്ല. മെഡിക്കിറ്റ് കളയണോ? ഇപ്പോൾ കളയണോ ഗൈസ്? ചിലപ്പോൾ അവൻ അല്ലേ ഇപ്പോൾ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അവൻ അവിടെ നിൽപ്പുണ്ട്. നമുക്കൊരു ഓക്കെ, അവൻ മെഡിക്കിറ്റ് അടിച്ചാൽ മതിയായിരുന്നു. വെറുതെ കളഞ്ഞ് എല്ലാം പിശുക്കിയാണ്. എന്ത് ചെയ്യാൻ. ഓക്കെ ഗൈസ്, ഈ റൗണ്ടിൽ അവനാണ് തീരുമാനിക്കുന്നത് ഏത് ഗണ്ണെടുക്കണമെന്ന്. അവൻ ഏതെങ്കിലും നല്ല ഗണ്ണ് തന്നാൽ മതിയായിരുന്നു. പിന്നെ നമുക്ക് ഈ റൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതൊരു ആധിപത്യമാകും. 3-2 ആകും. അതിപ്പോൾ എല്ലാ റൗണ്ടിലും ജയിച്ചാൽ ആധിപത്യമാവില്ല. ഇല്ല, 3-0 നിൽക്കുവാണെങ്കിൽ ഒരു റൗണ്ട് ജയിച്ചാൽ ആധിപത്യമാവും ഇല്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിലും വഴി കറങ്ങിപ്പോവാണ്. ഞാൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ തന്നെ എനിക്കെതിരെ പറയുന്നു എന്ന് നിങ്ങൾ ഓർക്കണ്ട, ഞാൻ അങ്ങനെയാണ്. ഓക്കെ, അവനിപ്പോൾ നമ്മളെ അടിച്ചു പരത്തി ഇട്ടേനെ. നമ്മളവിടെ ഗ്ലൂ വാളിട്ട് മാക്സിമം HP അവിടെ നിന്ന് ഊറ്റുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ഓക്കെ, നമുക്കൊരു മെഡിക്കറ്റ് അടിക്കാം, കുഴപ്പമില്ല. നേരത്തെ നമ്മൾ പാഠം പഠിച്ചതാണ്. ഒരു മെഡിക്കറ്റ് അടിച്ചെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ M80 വെച്ച് ഇത് താട്ടിൽ പൊറിക്കുന്നുണ്ട്. നേരത്തെ അവൻ എൻ്റെ പോലെയുള്ള ബുദ്ധിമാനെ ഇവൻ. നേരത്തെ നമ്മളിങ്ങനെ പൊളിച്ചപ്പോഴാണ്, അന്ന് ഞാനായിരുന്നു പുറത്തുനിന്നേ ഉള്ളൂ. ഇപ്പോൾ അവൻ പുറത്തുനിന്ന് തന്നെ അടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അവൻ മറ്റിടത്തുണ്ടായിരുന്ന മണ്ടനാണെന്ന് തോന്നുന്നു. അവൻ ഇതിലും വഴി വന്നിരുന്നേ എൻ്റെ HP കുറവായിരുന്നു. അവൻ അടിച്ചിട്ടിട്ട് പോവായിരുന്നു അവന്. ഓക്കെ, പക്ഷെ അവനങ്ങനെ ഇതിലും വഴി കയറൂല. അതേ ഇതിലും വഴി കയറാം. എന്തിയടാ അവൻ
ഓക്കെ, അവൻ അപ്പുറത്താണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും അവിടെ കുറച്ച് ഇരുന്നിട്ട് ഞാൻ ദേ ഇങ്ങോട്ട് മാറുവാണ് ഗൈസ്. അപ്പോൾ ദേ ഇവന്മാരെ ആരും അങ്ങോട്ട് വരുന്നില്ല. സോൺ വന്ന് പണി തരരുത്. ദാണ്ടേ പോണു എടാ കാല് എൻ്റെ പൊന്നോ, 30 HP നിന്നിട്ടാണ് ഞാൻ ഈ കളിക്കുന്നത്. ഓക്കെ, നമുക്ക് ദിമിത്രി വർക്കാവത്തില്ല ഗൈസ്. എന്തായാലും അവൻ നമ്മളെ കൊന്നിട്ടിട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അവൻ ഇമോട്ടിട്ട് CS ഹീറോയ്ക്ക് ഇമോട്ടാണ് കേസ് അവൻ ഇട്ടിരിക്കുന്നത്. നേരത്തെ ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഇട്ടത്. നേരത്തെ ഇമോട്ടിട്ടായിരുന്നു, ഇട്ടെന്ന് തോന്നുന്നു. അപ്പം അവൻ നമ്മളോടാണ് കേസ് കളിച്ചിരിക്കുന്നത്. നമുക്ക് അവന് നമ്മുടെ പവർ കാണിച്ചു കൊടുക്കാം. സ്പോർട്സ്മാൻ ആരാണെന്ന് അവൻ അറിയത്തില്ല. സ്പോർട്സ്മാൻ ഞെക്കിപ്പിടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ മണ്ടത്തരം കാണിച്ചവൻ മുകളിലൊക്കെ ഗ്ലൂ വാളിട്ട് വെച്ചേക്കും. മുകളിൽ 2 ഗ്ലൂ വാള്. മണ്ടന് നേരെ ഗ്ലൂ വാളിടാൻ പോലും അറിയത്തില്ല. എന്ത് ചെയ്യാനൊന്നും നോക്കി. ഓക്കെ കേസ്, നമ്മളങ്ങനെ 3-3 ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഏത് ഗൺ എടുക്കണം? ഡെസേർട്ട് ഈഗിൾ വേണോ? P90 എടുക്കാൻ പറ്റത്തില്ല. ഇല്ല, P90 എടുക്കാമായിരുന്നു. ഓക്കെ, തോമസിന് എടുക്കാം ഗൈസ്. തോമസിന് എടുത്തിട്ട് നമുക്ക് അവനെ ഞെക്കിക്കൊല്ലാം. എന്താ ഉണ്ടാവുന്നതെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും വേണം. അപ്പോൾ വേറെ ആളിലേക്കും കൂടെ ഷെയർ ചെയ്ത് അവനെ ഇവിടെ ഒന്നും കാണുന്നില്ല. നമുക്ക് പോയി അടിക്കാൻ നോക്കാം അവനെ. എവിടെ പോയെന്ന് അറിയത്തില്ല ഗൈസ്. ഓക്കെ, അവനൊരു നൂബെന്ന് പറഞ്ഞതേ ഉള്ളൂ. അവൻ നമ്മളെ അടിച്ച് കൊന്നിട്ടിട്ടുണ്ട്. പിന്നെ ആ ഇമോട്ട് തന്നെ ഇട്ടേക്കുന്നത്. മണ്ടൻ നമ്മളിപ്പോൾ കളിയെടുക്കുമെന്ന് അവനെ അറിയത്തില്ലല്ലോ. ഓക്കെ ഗൈസ്, നമുക്കവനെ തിരിച്ചു പിടിക്കാം. കളി നമ്മൾ തന്നെ കൊണ്ടുപോകും കേസ്. ഇപ്പോൾ കേസ് നമ്മുടെ ഗിൽഡിൽ കയറാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിൽഡിൽ കയറുക കേസ്. അവനവിടെ നിൽപ്പുണ്ട്, നമുക്കവനെ തല്ലി കൊല്ലാം കേസ്. ഇപ്പോൾ കേസ് ഗിൽഡിൻ്റെ കാര്യം പറഞ്ഞ് ഓക്കെ ഞെക്കിയിട്ട് അവൻ കൊള്ളുന്നില്ല. ഓക്കെ, അപ്പോൾ ഗിൽഡിൻ്റെ കാര്യമാണ്. ഗിൽഡിൽ കയറാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഗിൽഡിൽ കയറുക കേസ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഗിൽഡ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ മതി, എല്ലാം മനസ്സിലാവും ഗൈസ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഗിൽഡിൽ കയറാൻ താല്പര്യമുള്ളവർ ഒന്ന് അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ ഗിൽഡിൽ കയറ്റാവുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗിൽഡൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിൽഡിൽ കയറാവുന്നതാണ്. അപ്പോൾ ഒന്ന് ആക്റ്റീവായിട്ട് കളിച്ചാൽ മാത്രം മതി, അല്ലാതെ നെയിം ചേഞ്ചിങ്ങോ അങ്ങനെ ഒന്നുമില്ല ഗൈസ്. നമ്മുടെ ഗിൽഡിൽ കയറണമെന്നുള്ളവർ ആ ഗിൽഡ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ ഗൈസ്, ഇത് ഫൈനൽ റൗണ്ടാണ്. ഞാനാണോ അവനാണോ ജയിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ. 10 സെക്കൻഡിനുള്ളിൽ കളി തീരും ഗൈസ്. ആരാ ജയിക്കുന്നതെന്ന് കണ്ടോ? അവൻ M10 വെച്ച് 2 കുത്തി. ഓക്കെ കുത്തിപ്പിടിച്ചവൻ നമ്മളെ കൊന്നിട്ടുണ്ട് ഗൈസ്. ബൈ.